ഇപ്പോൾ സമയം 3:10 വെളുപ്പിന്. ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടായിരുന്നു. കുഞ്ഞ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ വെളുപ്പിന് 3:10 ആയേക്കാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യാൻ ത്രില്ലാക്കി ഇങ്ങനെ സാധനം അങ്ങനെ നയിക്കുന്നു. അത് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാറില്ല. ഞാൻ വാങ്ങിയത് 350 രൂപ കൊടുത്ത് നയിക്കുന്നതാണ്. പക്ഷേ ഒരു 1000 എബോ എന്ന് പറയുന്നുണ്ട്. ഇത് ആ പ്രൊഡക്റ്റ് തന്നെയാണോ എന്ന് എനിക്കറിയില്ലേ. സോ ഫസ്റ്റ് നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഓൾമോസ്റ്റ് എനിക്ക് പ്രമോഷൻ വഴി വന്ന എല്ലാ ഫേസ് വാഷ് തരുന്നതിന് ശേഷം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എത്തിക്ലോയുടെ ഫേസ് വാഷാണ്. 520 രൂപ. കണ്ണിൻ്റെ ഉള്ളിലായി അത്യാവശ്യം നന്നായിട്ട് എഴുതിയോട്ടുള്ളത്. NYBയുടെ ഐലൈനർ അപ്ലൈ ചെയ്തുകൊണ്ട് നല്ല കഷ്ടപ്പെട്ടാണ് റിമൂവ് ചെയ്യുന്നത്. എന്നാലും പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. പണ്ട് 15 രൂപയുടെ ഒരു ഹിമാലയ ഫേസ് വാഷ് മാത്രം അറിയുള്ളായിരുന്നു. ഞാനിപ്പോൾ ഓരോ പ്രൊഡക്ട്സ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുമ്പോൾ ഭയങ്കര വെളുപ്പ് പെട്ടെന്ന്. ഞാനിപ്പോൾ 4-5 മാസത്തിൽ കൂടുതലായതുകൊണ്ട് സെൻറ്റർ പോർഷൻ ഞാൻ ത്രെഡ് ചെയ്യിപ്പിക്കില്ല. ഇങ്ങനെ കൂട്ടുവരുവാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇരിക്കുക ലുക്ക് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. സോ ലെറ്റ്സ് ട്രൈ ബാഡൻസ് ബയോ കൊളാജൻ റിയൽ ഡീപ്പ് മാസ്ക്. പറഞ്ഞതൊക്കെ ശരിയല്ല. അതുകൊണ്ട് ഹൈഡ്രേറ്റ് ചെയ്യും. പെർഫെക്റ്റിംഗ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. നോക്കാം. പാരബൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹൗ ടു യൂസ് കൊടുത്തേക്കുന്നത് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ മാസ്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ ആ മാസ്ക് ഫേസിൽ വെക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അത് പീൽ ചെയ്ത് കളയാമെന്ന്. ഞാൻ എന്തായാലും രാത്രിയാണ് വെക്കാൻ പോകുന്നത്. കാര്യം ഞാൻ ചിലരുടെ യൂട്യൂബ് റിവ്യൂ കണ്ടു രാത്രി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴേക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടാവും എന്നൊക്കെ. നല്ല വഴുവഴുന്നിരിക്കണം തെഞ്ഞിപ്പോലെ. വെക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് തോന്നും കേട്ടോ. എൻ്റെ പിന്നെ നല്ല ഹഗ് ചെയ്താണ് ഫേസിൽ ഇരുന്ന് വെച്ചത്. 2 പീസാണ്. എന്തിലോ വീണു. ഇതിങ്ങനെ വെക്കണോ? വെച്ചേക്കാം. എന്തായാലും നനഞ്ഞാൽ പിന്നെ കുളിച്ച് കയറുന്നത് ചുണ്ടി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ രസം. വെക്കാൻ പാടുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം യൂസ് ആണ്. അല്ലെങ്കിൽ വേണ്ട, വെറുതെ മണ്ടത്തരം തന്നെ വേണ്ടു. വിളിക്കാൻ വെച്ചത് പാണ്ടാക്കണ്ട. കുറച്ച് ലിക്വിഡ് പോലെ ഉണ്ട് ഇതിൽ. ഉറങ്ങാൻ പോകട്ടെ. രാവിലെ വീട്ടിൽ നമുക്ക് നോക്കാം എന്താവും. കാണാത്ത ലോകത്ത് ചെന്ന പോലെ. രാവിലെ ഒരു 10:30 മണിയായപ്പോൾ എക്സാക്ട് ഇങ്ങനെ കേട്ടോ. സൈഡിൽ ഓവർ ലെയർ വെച്ചത് മാത്രം അത്ര അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയില്ല. എന്താണെങ്കിലും എനിക്ക് വലിയൊരു റിസൾട്ട് അങ്ങോട്ട് ഉണ്ടായില്ല. ഹൈഡ്രേഷൻ ആണെങ്കിൽ പല്ല് വെച്ച് മുഖം കഴുകുന്നവരുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് അതും പോയി. ചിലവർക്ക് വൈകുന്നേരമൊക്കെ ചെയ്യുമ്പോഴേക്കും വന്നെന്ന് പറഞ്ഞു. എനിക്ക് അതുകൂടി വന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ഒരു ജെനുവിനായിട്ടുള്ളൊരു ഒപ്പീനിയൻ അങ്ങനെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെയും എങ്ങനെയാണെന്ന് നോക്കണേ. എന്നെ സംബന്ധിച്ചപ്പോൾ ആ പൈസ അങ്ങനെ അങ്ങോട്ട് പോയി കേട്ട്.